കാലത്ത് ദാമ്പത്യ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് മലയാള മനോരമയിൽ ഏതാനും ചില കണക്കുകൾ വരികയുണ്ടായി. അഥവാ ഓരോ വർഷവും 1,10,000-ത്തിലധികം വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പാരലലായി സമാന്തരമായി 30,000-ത്തിലധികം വിവാഹമോചനങ്ങളും നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നത്, കുടുംബ കോടതികൾ പ്രവർത്തിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരും പെരുമയുമുള്ള തലസ്ഥാന നഗരി തിരുവനന്തപുരം ജില്ലയാണ് അത്രേ. 2ാം സ്ഥാനത്തുള്ളത് കൊല്ലം ജില്ലയാണ്. കോഴിക്കോട് ജില്ലയും കൂടുതൽ വിദൂരത്തല്ല, ഏറെക്കുറെ മുന്നിൽ തന്നെയുണ്ട്. വിവാഹമോചനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന, കുടുംബ കോടതികൾ പെരുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഭർത്താവ് എങ്ങനെയാവണമെന്ന് പഠിക്കണം. അവരുടെ ഭാര്യയിൽ നിന്ന് എങ്ങനെയാവരുത് ഒരു ഭാര്യ എന്ന പാഠവും പഠിക്കണം. അത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവമുള്ളവർ സ്വന്തം ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. ഞാൻ നിങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി ഭാര്യമാരോട് പെരുമാറുന്ന ആളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിയാധാരമായി വെക്കുകയും ചെയ്തിട്ടുണ്ട്. വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത്, ഊക്കുകൊണ്ട് വേദനിപ്പിക്കരുത്. 2 ദമ്പതികൾക്കിടയിലെ കലഹം കാരണത്താൽ ടിവിയുടെ ഒരു ബോക്സ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ദുരന്ത വാർത്തകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ലൗകിക സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. അതുകൊണ്ട് നല്ലൊരു ഭർത്താവിന്റെ രീതിശാസ്ത്രം അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കണം.